ഗുരുവായൂരിലെ ഫാം ഫെഡ് തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്ത കേസുകൾ ഏകോപിപ്പിക്കുന്നതിനായാണ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നത്. ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പുതുതായി 11 പരാതികൾ കൂടി ലഭിച്ചു. ഇതോടെ പരാതികളുടെ എണ്ണം 25ആയി. 1 ലക്ഷം രൂപ മുതൽ 3 കോടി രൂപ വരെ തട്ടിച്ച പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്. ഗുരുവായൂരിലെ പ്രമുഖ അഭിഭാഷകന്റെ 2 കോടി രൂപ നഷ്ടപ്പെട്ടതായി പരാതിയുണ്ട്. നിലവിൽ ലഭിച്ച പരാതി പ്രകാരം 10 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. ഗുരുവായൂർ, ചാവക്കാട്, വാടാനപ്പള്ളി മേഖലകളിൽ നിന്നായി 300ഓളം പേരാണ് ഇവിടെ പണം നിക്ഷേപിച്ചിരിക്കുന്നത്. നിക്ഷേപ തുക ഏകദേശം 60 കോടിയിലധികം വരുമെന്നാണ് കണക്കുകൂട്ടുന്നത്. അതുകൊണ്ടുതന്നെ പരാതികളുടെ എണ്ണം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. ചാവക്കാട്, വാടാനപ്പള്ളി മേഖലയിൽ നിന്നുള്ളവരിൽ നിന്ന് ദേശീയപാത 66 സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം ലഭിച്ച തുകയാണ് നിക്ഷേപമായി സ്വീകരിച്ചിരിക്കുന്നത്. ശതകോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ ഫാം ഫെഡ് ചെയർമാനും MDയും തിരുവനന്തപുരത്ത് റിമാൻഡിലാണ്. FIR രജിസ്റ്റർ ചെയ്തു തുടങ്ങിയതോടെ ടെമ്പിൾ പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുക്കാനുള്ള നിയമ നടപടികളിലേക്ക് കടക്കും. അതേസമയം അടച്ചുപൂട്ടിയിരുന്ന റെയിൽവേ മേൽപ്പാലത്തിന് സമീപമുള്ള ബ്രാഞ്ച് തുറന്നു. നിക്ഷേപകർ ഈ ബ്രാഞ്ചിലെത്തി ബഹളം വെച്ചു. ഗുരുവായൂർ ബ്രാഞ്ചിലെ 10ഓളം ജീവനക്കാരും ബന്ധുക്കളും നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഇവരും തട്ടിപ്പിന് ഇരയായെന്നാണ് പറയുന്നത്. TCV ന്യൂസ്, ഗുരുവായൂർ.